സാധാരണ എൻ്റെ വീഡിയോയ്ക്കകത്തൊന്നും വിളിച്ചാൽ ജോൺസേട്ടായി നിൽക്കാറില്ല കേട്ടോ. ജോൺസേട്ടായിക്ക് ഇഷ്ടമല്ല, കുറച്ച് ഷൈ ആണ് ജോൺസേട്ടായി. പക്ഷേ ഇപ്പം എന്താ പറയുക, എല്ലാവരും ഒന്ന് കാണണം തോന്നില്ലേ? കാരണം നിങ്ങളുടെ അടുത്ത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്ന് തോന്നി. ഞാൻ ഒരു വർഷമായിട്ട് ഇപ്പം കുറേ നിങ്ങൾ കണ്ടല്ലോ വിസ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലിലൊക്കെ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് സാധാരണ കോടികൾ പറ്റിച്ചവരത് പോലും വരാറില്ല. എൻ്റെ ഈ ഒരു കേസിൽ വരാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക, ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റുഡൻറ് വിസ ചെയ്യുന്ന ഏജന്റുമാരുടെ ഇത് UK യിലും അങ്ങനെയൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ അറിയാതെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഹായ് ഹേ ബ്രദർ ജോൺസേട്ടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് എൻ്റെ ഭർത്താവിനെ എന്താ പറയുക പോലീസുകാർ കുറച്ച് മണിക്കൂറിനേക്കാണെങ്കിലും അങ്ങനെ പോകേണ്ടി വന്നതിൽ നല്ല വിഷമമുണ്ട്. എൻ്റെ ജോൺസേട്ടായിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വർക്ക് വിസ സ്റ്റുഡൻറ് വിസ എന്നുള്ള വ്യത്യാസം പോലും ജോൺസേട്ടായിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജോൺസേട്ടായി എൻ്റെ എന്താ പറയുക, എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസേട്ടൻ. ഇപ്പം ഹാപ്പി ഒന്നുമല്ല, മനസ്സിന് നല്ല സങ്കടമുണ്ട്. പിന്നെ അപ്പോഴും ഞാൻ പരാതിക്കാരിയുടെ കൂടെയാണ്. കാരണം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ ഞാൻ റിവീൽ ചെയ്യാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ ഇതിനു മുമ്പ് ഒരു ഏജൻസിയിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ദിവ്യ എന്തെങ്കിലും വിളിക്കണം, ഓക്കെ തീർച്ചയായിട്ടും വിളിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഏജൻസിക്ക് വീഡിയോ ചെയ്തു കൊടുത്തതാണ്. ആ ഏജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അവർ കുറേ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോടൊരു 3-4 വീഡിയോ ചെയ്തു ചോദിച്ചു. അതും നമ്മുടെ വയനാട് സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവും കൂടിയാണ്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇനിയുള്ളതിൽ വരും കേട്ടോ. കാരണം പൈസ ഒക്കെ പോയിരിക്കുന്നത് അവരുടെ കൈവശമാണ്. ഓക്കെ, വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവർ മുഖാന്തരം പോയ കുറേ പേർക്ക് അവിടെയും ജോലി ഇല്ലാണ്ടായി, UK യിൽ എത്തിയിട്ടും ജോലി ഇല്ലാണ്ടായി. അങ്ങനെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും അതുപോലെ ഇവിടെ നിന്ന് കുറച്ച് പേർക്ക് പോകാൻ പറ്റാണ്ടായപ്പോഴും ഞാൻ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ പൈസ തിരിച്ചു വാങ്ങി കൊടുക്കുന്ന കാര്യത്തിനൊക്കെ ഞാൻ അഹോരാത്രം ഒരു വർഷമായി ഈ കാൻഡിഡേറ്റുകളെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയ വ്യക്തിയാണ് ഞാൻ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്ലാറ്റിൽ. ഇതിൽ എനിക്കുണ്ടായ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നേരത്തെ തന്നെ പറഞ്ഞ പോലെ എനിക്ക് ഈ വിസ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും അറിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊന്നും എൻ്റെ ഒരു ഇതല്ല, എനിക്ക് വേറെ ഒരു ബിസിനസ് സിമെന്റ് കടയാണ്. അപ്പൊ ജോൺസേട്ടായിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ സ്റ്റുഡൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ ജോൺസേട്ടായിന്റെ ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രീമിയം കാർഡാണ്. അപ്പൊ എന്റെ ചില സ്റ്റുഡൻസ് പോകുമ്പോൾ അവരുടെ ഇൻഷുറൻസ് അത് വെച്ച് പേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെയും IHS ചാർജ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് കൊടുത്തതാണ്, അതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതിന് ആ ഒരു 3,41,000 കാര്യത്തിനാണ് എന്റെ ഹസ്ബൻഡിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയതും. പക്ഷേ ഞാൻ ഈ 3,40,000 രൂപ എനിക്ക് ഈ പരാതി കൊടുത്ത ആര്യ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതാണ് ആ പൈസ. അപ്പൊ ആ എമൗണ്ട് പിന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടുന്നത് ഈ 11 ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോ എന്റെ സ്റ്റഡി വിത്ത് ന്യൂസിലും അങ്ങനെയുള്ള എല്ലാ പേജിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അർച്ചീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാൻഡിഡേറ്റിന്റെ പൈസ ഒരു 3.25 കോടിയുള്ളവരുടെ കയ്യിലുണ്ട്. ഓൾറെഡി UK യിൽ പോയിട്ടുള്ള ആളുകൾക്ക് കുറെ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഇവരോട് കാല് പിടിച്ച് പറഞ്ഞതാണ്, സോർട്ട് ചെയ്ത് തരണം. കാരണം ആളുകൾക്ക് എന്നെ അറിയത്തുള്ളൂ, ഇവരെ അറിയത്തില്ല. ഇവരുടെ മുഖം എവിടെയും കാണിക്കില്ല. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായപ്പം പോകാൻ പറ്റാതെ ആയ ആളുകളെ ഞാൻ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകുകയും ഇവരുടെ പാരന്റ്സിനോട് വിവരം പറയുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റ് പ്ലസ് ചെക്ക് വാങ്ങി കൊടുക്കുകയും കുറേശ്ശെ പൈസ അവൻ കൊടുത്തോണ്ടിരുന്നതായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് ഞാൻ ഒരു ശരിക്കും ഈ കാൻഡിഡേറ്റിന് നമ്മൾ ഒരു ഉപകാരം ചെയ്ത് കൊടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ വർക്ക് വിസ അല്ല വിസ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ സിമെന്റ് കച്ചവടോ കമ്പി കച്ചവടോ പിന്നെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ പോകുന്ന ആളാണ്. അപ്പം ഞാനീ പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും വരലില്ല, എനിക്ക് വരാൻ താല്പര്യമില്ലാത്ത സംഭവമാണ്. എനിക്കുമായിട്ടുള്ള ഇഷ്യൂ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു നിരപരാധി അറസ്റ്റ് ചെയ്തെന്നുള്ള കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്താ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അത് ഈ കാൻഡിഡേറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവർക്ക് അത്ര എമൗണ്ട് പോകില്ല എന്ന് കണ്ടിച്ചിൽ നമ്മൾ ഉപകാരം ചെയ്ത് കൊടുത്തതാണ്. അതായത് നമ്മൾ ഫേവർ ചെയ്തതാണ്. അവർ അങ്ങനെ പോയി ഷോർട്ടൗട്ട് അല്ലെങ്കിൽ ഫേവർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഈ എമൗണ്ട് ഇവരുടെ വിസ റിജക്റ്റ് ആയ സമയത്ത് ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കയറി അതേ ദിവസം തന്നെ തൊട്ടിട്ട് ഞാൻ ആദ്യം അന്ന് തന്നെ നമ്മൾ പിന്നെ 1,50,000 പിന്നെ 50,000 രൂപ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ റിപ്പോർട്ട്സ് കംപ്ലീറ്റ് നമ്മൾ കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആകെ 344 രൂപയുടെ കേസ് കിട്ടി. ബാക്കിയുള്ള ആളുകളുടെ അക്കൗണ്ടിൽ ഈ ബിബിൻ ജോർജ്, ഈ 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനാണ് ബിബിൻ ജോർജ്, വയനാട് സ്വദേശി. അവന്റെ അച്ഛന്റെ അനിയന്റെ അക്കൗണ്ടിൽ, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്ന 56 ലക്ഷം രൂപയാണ് കാൻഡിഡേറ്റിനോട് വാങ്ങിയത്. പിന്നെ വന്നിരിക്കുന്നത്, പിന്നെ ആളുകൾ നമ്മളടുത്ത് എങ്ങനെങ്കിലും പോണം ചേച്ചി എന്നൊക്കെ പറഞ്ഞു വരുമ്പം പിന്നെ ഇവൻ ലൈസൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അവൻ ഇപ്പോഴാണെങ്കിലും ലൈസൻസ് ഉണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു, ആളുകൾ എങ്ങനെയും പോട്ടെ എന്ന് ഓർത്ത് കണക്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്നോട് വർക്ക് വിസ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഇത് ഫ്രോഡാണ്, തട്ടിപ്പാണ്, ഏജന്റുമാരെ തട്ടിപ്പാണ്, ഞാനത് ചെയ്യില്ല. ഒരു ഏജൻസിക്ക് അതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ട് കൊടുത്തില്ല. ഈ 344,000 രൂപ പിന്നെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ എങ്ങനെയാണ് നമുക്ക് ശരിക്കും അല്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ 3,41 കണക്കാക്കിയിട്ടേ എങ്ങനെയാണ് പിന്നെ അങ്ങനെ അറസ്റ്റ് ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന സമയത്ത് 3,41,000 രൂപ UK ഹോം ഓഫീസിലേക്ക്, ഇമിഗ്രേഷനിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഫണ്ട് വന്നപ്പോൾ റീഫണ്ട് ചെയ്ത ഒരാളെ പോലീസുകാർ വന്ന് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ കോടതി കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഈ ഒരു എമൗണ്ടിന്റെ പേരിൽ വളരെ കൊടുത്തിട്ടുണ്ട്, റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു എമൗണ്ട് വേണ്ടിയിട്ട് എത്രയോ കോടികൾ പലിശ ഇറക്കുന്ന വരെ മൈൻഡില്ല. പക്ഷേ ഈ ഒരു എമൗണ്ടിന്റെ പേരിൽ ഞാൻ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 24 മണിക്കൂറുള്ള ആളാണ്. അപ്പോൾ 24 മണിക്കൂറും ആ പരിധിയിലുള്ള ആളെ പിന്നെ ഞാനിവിടെ ഫംഗ്ഷൻ വന്നപ്പോൾ, കോഴിക്കോട് ഫംഗ്ഷൻ വന്നപ്പം ഒരു പിന്നെ പ്രയർ നോട്ടീസോ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേഷനിൽ കോൾ ചെയ്താൽ അറ്റ്ലീസ്റ്റ് നീ ഇവിടെ എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തും. ആ ഒരു കോള് പോലും ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ശരിക്കും മറ്റേ ഈ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ പോലീസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേര് ഇങ്ങനെ പരാതി ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. പരാതി ഉണ്ട്, ജോൺസ് ഒരു പരാതി ഉണ്ട് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ എത്ര ഇതിപ്പോൾ ഈ കേസിന് 3-4 മാസത്തെ കേസിട്ടാണ്. അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അതൊക്കെ സ്റ്റേഷനിൽ പോയി കാണുന്ന കാര്യങ്ങളൊക്കെ ഓരോ ആവശ്യത്തിൽ പോയിട്ടുണ്ട്. മറ്റേ ഈ ബെയിലിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പ്രതിയല്ല. അങ്ങനത്തെ ഒരാളെ ഈ പിന്നെ പെട്ടെന്ന് വന്നിട്ട് ഒരു പ്രയർ നോട്ടീസോ അല്ലെങ്കിൽ ഒരു പിന്നെ ജസ്റ്റ് ഫോൺ കോൾ പോലും ഇല്ലാതെ എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൽ എന്ത് താല്പര്യമാണ് പോലീസിന് എന്നൊക്കെ അത് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതിക്കാരി SP ഓഫീസിലും DYSPയിലും പോയിട്ട് കുട്ടി ഓട്ടീസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അവരുടെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിവുള്ളതാണ്. അവരുടെ ഒരു വ്യാജ പരാതിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ പൈസ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പല ആളുകളുടെ അക്കൗണ്ടിലിട്ട് ഇതെല്ലാം കൂടെ എന്റെ തലയിൽ 44 ലക്ഷം കെട്ടിവെച്ചപ്പോഴാണ് ഞാനാണെങ്കിൽ പോലും ബെയിലിൽ പോയത്. അതുവരെ ഞാൻ അവരോട് പറഞ്ഞാണ്, നമുക്ക് നിങ്ങൾ വാ എന്റെ വീട്ടിലേക്ക് വാ, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ബിബിൻ ജോർജിന്റെ അച്ഛന്റെ അനിയന്റെ മോന്റെ അക്കൗണ്ടിലേക്കും ബിബിൻ ജോർജിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കുമാണ് ഈ പൈസ ഇട്ടത്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഫുൾ എക്സ്പെൻസ് എടുക്കാം, നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് എന്താ വെച്ചാൽ ഞാൻ എടുക്കാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോകാം, നമുക്ക് അവിടെ കുത്തിയിരിക്കാം, പൈസ വാങ്ങാന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു വിസ ബാൻ വന്നിട്ടാണ് രണ്ടാമത് ഇവരുടെ കൊല്ലം സ്വദേശിയിൽ നിന്ന് എടുത്തൊരു വിസ ബാൻ വന്നതാണ്. അയാൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ജെന്യൂൻ ആണ്. പക്ഷെ ഇവരുടെ എന്തോ ഡോക്യുമെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് ബാൻ വന്നത്. ആ ബാൻ ലെറ്റർ എന്റെ കയ്യിലുണ്ട്, അതും അയാളുടെ അക്കൗണ്ടിൽ പോയ പൈസയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു UK വിസയ്ക്ക് ഇത്ര പൈസ ഇല്ല, നിങ്ങൾക്ക് ബാൻ വന്ന സ്ഥിതിക്ക് നമുക്കത് അവരോട് സംസാരിക്കാം. പക്ഷെ ആരുടെയൊക്കെ ഉപദേശപ്രകാരം ഇവരെന്ത് ചെയ്തു, ഓവർ സ്മാർട്ട് കാണിച്ചിട്ടാണ് എന്റെ പേരിലേക്ക് തട്ടത്. ഇവർ വിചാരിച്ചു എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ എന്റെ മാനഹാനി ഭയന്ന് ഞാനിത് കൊടുക്കുന്നവര് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ള ആളല്ല ഞാൻ. നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ആരെ കൊണ്ട് ഇട്ട് കൊടുത്തോ അവരെ കൊണ്ട് കൊടുക്കാൻ പ്രഷർ ചെയ്യിക്കാൻ നല്ല പ്രഷർ ഞാൻ ഈ കാൻഡിഡേറ്റുകളെ കൊണ്ട് കാൻഡിഡേറ്റിന്റെ കൂടെ തന്നെയാണ് എന്നോർത്തിപ്പോ നമ്മുടെ അക്കൗണ്ട് വരാത്ത പൈസ നമ്മൾ ഉപയോഗിക്കാത്ത പൈസ നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റും. വോയിസ് കേൾക്കുന്നില്ലാന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ചുരുക്കി പറഞ്ഞു തരാം. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏജൻസിക്ക് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു. ഫാമിലി ഫ്രണ്ട് ആണ്, ഭാര്യയും ഭർത്താവും തന്നു ചോദിച്ചപ്പോൾ വീഡിയോ ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് വർക്ക് വിസ ചെയ്യുന്നുണ്ട്, ലൈസൻസ് ഉണ്ട്, കാര്യങ്ങൾ എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആ വീഡിയോയിലൂടെ കുറച്ച് ആളുകളെ അങ്ങോട്ട് അവരെ കോണ്ടാക്ട് എന്താ പറയാ അവർക്ക് മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്റെ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞു തരാം. എനിക്കെന്താ പറയാ, എനിക്കെന്താ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്റെ ജോൺ ചേട്ടായിക്ക് അറിയില്ല, ഒരു കാര്യം പോലും. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജോൺ ചേട്ടായി പൊക്കോട്ടെ, പാവങ്ങളല്ലേ, അതും ജോൺ ചേട്ടായി ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. ക്രെഡിറ്റ് കാർഡ് തരില്ല എന്ന്. കാരണം അതിന്റെ OTP ഒക്കെ വേറൊരാൾക്കൊരു തേർഡ് പേഴ്സൺ നമ്മൾ കൊടുക്കണം. ചെയ്യില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ നിർബന്ധിച്ച് ചെയ്യുകയും ഇനി എന്റെ ജോൺ ചേട്ടായിന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ആർക്കും ഇഷ്ടമല്ല ഞാൻ ഈ ഫീൽഡിൽ. കാരണം ഞാൻ വല്ലാത്ത ബിസി ആയിപ്പോയി. കാരണം എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ വിശ്വസിച്ചു വരുന്നത്. കാരണം പല ഏജൻസികളും വിസ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരെ കൈയൊഴിയും. ഞാൻ അങ്ങനെയല്ല.
പോയ സ്റ്റുഡൻസിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ഫുള്ള് ഇതിൽ ബിസി ആയപ്പോൾ എൻ്റെ മോളാണെങ്കിൽ എന്നോട് പറയും മമ്മിക്ക് എന്നെ നോക്കാൻ സമയമില്ല. എൻ്റെ ജോൺ ചേട്ടൻ്റെ വീട്ടുകാർ പറയും നീ നിർത്ത്, എന്തിനാണ് ഇങ്ങനെ? കാരണം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു കമ്മീഷനും കിട്ടില്ല, നമ്മൾ വാങ്ങത്തുമില്ല. നമുക്ക് യൂണിവേഴ്സിറ്റി ഒരു കമ്മീഷൻ തരും, അത് ചിലപ്പോൾ ഒരു വർഷം എടുക്കും കിട്ടാൻ വേണ്ടി. ഈ ഒരു വർഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നിന്ന് പിന്നെ ഞാൻ കൂടുതൽ ഇതിനകത്ത് എഫേർട്ട് എടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബിബി ജോർജ് പറ്റിച്ചു പോയപ്പോൾ കുറേ ആളുകളുടെ പൈസ അവൻ കയ്യിൽ വാങ്ങിയെടുത്തതാണ്, അതിന് തെളിവില്ല. പക്ഷെ കാൻഡിഡേറ്റ് എൻ്റെ മുമ്പിൽ വന്ന് കരയുമ്പം എനിക്ക് അവരോട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാസർഗോഡ് സ്വദേശിനിയിൽ നിന്നൊക്കെ 5 ലക്ഷം രൂപ കയ്യിൽ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിൽ വാങ്ങിയ പൈസയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരുടെ സപ്പോർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ ഈ ഒരു ഇവൻ്റെ ഒരു 3.25 കോടിയോളം പറ്റിച്ചെടുത്ത് അവൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ, അമ്മേൻ്റെ അക്കൗണ്ടിൽ. എന്നിട്ട് ഇവൻ എൻ്റെ കാൻഡിഡേറ്റിന് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത്. ഓക്കെ, അത് കൂടാതെ ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്കെതിരെ കൊണ്ടുപോയിട്ട് എനിക്കും കാൻഡിഡേറ്റിനും എതിരെ കൊണ്ടുപോയിട്ട് ഇവൻ മുഖ്യമന്ത്രിക്ക് വരെ കംപ്ലൈന്റ് കൊടുത്തു. ഇവർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല, ഇവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഇവൻ കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ. എന്നിട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിച്ച് പറഞ്ഞാണ് ഇവന്റെ കയ്യിൽ ആളുകളുടെ പൈസ ഉണ്ട്, അത് കൊടുക്കാതിരിക്കാനുള്ള ഇവന്റെ തട്ടിപ്പാണെന്ന് ഡിവൈഎസ്പി വരെ ഇത് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തതാണിത്. ഓക്കെ, ഒരാൾ എനിക്കെതിരെ. എന്നിട്ട് ഞാൻ ഇവനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത് എന്നെ വിശ്വസിച്ച പാവം കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇവനൊരു എഗ്രിമെന്റും ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിൽ ഇവൻ പൈസ കൊടുക്കും. കാൻഡിഡേറ്റ് എന്നോട് പറഞ്ഞു ചേച്ചി അവൻ പൈസ തരട്ടെ, ഇത്രയും പൈസ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നത്ര ആളുകളുടെ പലിശ അടയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് പറ്റാത്തത് കൊണ്ടും അതുപോലെ ഓൾറെഡി UK പോയ കുറേ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ 20 സെന്റ് സ്ഥലം വെച്ചിട്ടാണ് കുറേ ഞങ്ങൾ സോർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്കും കൂടുതൽ സ്റ്റുഡൻസിനെ എടുത്ത് കൊടുത്തോണ്ടിരുന്നത്, ഞാൻ ഫുൾ എഫേർട്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് എനിക്ക് യൂണിവേഴ്സിറ്റി കമ്മീഷൻ വേണം. ആ കമ്മീഷന് എനിക്ക് ആളുകളുടെ ഇപ്പോൾ 3 FIR എന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് എൻ്റെ കൂട്ടുകാരെയും ഞാനും കൂടെ കൊണ്ട് കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ആ FIRൽ എൻ്റെ പേര് വന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു FIRൽ പേരിടാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കളമശ്ശേരി കാക്കനാടുള്ളതിലും അതുപോലെ തന്നെയാണ്, വീഡിയോ വഴി ലിങ്ക് ആയതുകൊണ്ടാണ് എനിക്കെതിരെ വന്നത്, അല്ലാതെ ഒരിക്കലും അവരുടെ പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇനി ഈ പരാതിക്കാരി ശരിക്കും പോകണം, അവിടെ പോയി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ പരാതിക്കാരിനെ ഞാൻ കുറ്റം പറയാത്ത എന്തുകൊണ്ടാ വെച്ചിട്ട് അവർക്ക് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ട്, അവർ പോകണം എന്ന് ഉദ്ദേശിച്ചതൊരു കാര്യമാണ്. അവരുടെ ഫണ്ട് പല ആളുകളുടെ കയ്യിലായിട്ടുണ്ട്. അവരുടെ ഫണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളും അവരുടെ കൂടെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം. ഇത് കൂടാതെ വേറെ കുറെ കാൻഡിഡേറ്റ്സിന്റെ പൈസ ഉണ്ട്. ഞാനിതൊന്നും അവന്റെ ഫോട്ടോ പോലും ഞാൻ ഇടാതിരുന്നത് ആളുകളുടെ പൈസ കൊടുത്തോട്ട് നിർത്തിട്ട്. ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ തന്നെ കുറെ ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കുറെ വീഡിയോ ചെയ്യുന്നു, ആളുകൾക്ക് പൈസ കൊടുത്തോണ്ട് കുറെ ചെറിയ മഞ്ഞപ്പത്രത്തിൽ ഇടിപ്പിക്കുന്നു. കാരണം അവന്റെ അടുത്ത് കട്ടുവെച്ച പൈസ ഉണ്ട്. ഈ കട്ടുവെച്ച പൈസ അവൻ വാങ്ങിയിരിക്കുന്നത് അവന്റെ അക്കൗണ്ടില്, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം 1/2 കോടിയിലേറെ രൂപ പോയിട്ടുണ്ട്, അമ്മായിമ്മേന്റെ അക്കൗണ്ടില്, അതുപോലെ തന്നെ അവന്റെ ഭാര്യന്റെ അമ്മേന്റെ അക്കൗണ്ടില്, സുഹൃത്തുക്കളുടെ അക്കൗണ്ടില്. ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ മൊത്തം ഞാൻ വിളിച്ചതാണ്. അവർ പറഞ്ഞത് ഈ പൈസ കൊണ്ട് അവർ റിസോർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാണ്. അതുപോലെ ഇവൻ എന്താണ് ഇഞ്ചി കൃഷിന്റെ വളത്തിന്റെ പൈസ കൊടുത്തതാണ്. അങ്ങനെ ഇവൻ പറയുന്നത് UK അയച്ചു, അവിടെ സ്റ്റക്കായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല എന്നുള്ളത് പിന്നീടും അവന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്താണ് ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്ക്, കുറച്ചും കൂടെ വർക്ക് വിസയ്ക്ക് നമുക്ക് ആളെ പിടിക്കാം, ആളെ പിടിച്ചിട്ട് നമുക്ക് ആ പൈസ എടുത്ത് കൊടുക്കാനുള്ളവരുടെ സോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു നിന്റെ കൂടെ ഞാൻ നിൽക്കൂല, ആ വോയിസ് ഒക്കെ എന്റെതുണ്ട്, ആളുകളെ പറ്റിക്കാൻ ഞാൻ കൂടെ. ഈ ഒരാളുടെ മുഖം പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകളുടെ പൈസ കിട്ടാണ്ടാവോ? എനിക്ക് ആൾക്കെതിരെ വീഡിയോ ചെയ്യണം. എന്നോട് കുറെ പേര് UK തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇവനൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ്സുമായിട്ട്. അപ്പൊ ആ പൈസ ഇവർക്ക് കിട്ടാതായി പോകുമോ എന്നോർത്തിട്ടാണ് ഞാൻ ഇവനെതിരെ ഒരു കംപ്ലൈന്റും കൊടുക്കാതിരുന്നത്. ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സത്യമുണ്ട്. പരാതിക്കാരി പറഞ്ഞ ശരിയാണ്, അവരുടെ പൈസ പോയിട്ടുണ്ട്. പക്ഷെ ആ പൈസ ഒന്നും എന്റെ കൈകളിലേക്ക് വന്നല്ലാതെ എനിക്കും അറിയാം, പരാതിക്കാരിക്കും അറിയാം, അവര് തട്ടിപ്പിനിരയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കില് ഈ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടമായത് കുറെ ഏജൻസികൾ എന്നോട് കൊളാബ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു UK സ്റ്റുഡന്റ് അഡ്മിഷൻ ചെയ്യാൻ. പക്ഷെ എന്റെ സ്റ്റുഡൻസിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ എന്നെ വെച്ച് ബിസിനസ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ കുറെ ഏജന്റുമാർ UK കിടന്നൊക്കെ കുറെ വീഡിയോ ഇടുന്നുണ്ട്. ഏജൻസിയുടെ നെയിം 11 ഇമിഗ്രേഷൻ, കാലിക്കറ്റ് എരഞ്ഞിപ്പാലം.
താങ്ക് യു. നിങ്ങൾ അകത്തായില്ലേ? അകത്തായിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് എന്നെ പ്രതി ചേർക്കപ്പെട്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുന്നതായതുകൊണ്ട് ഒന്നാം പ്രതി ഞാനാണ് വരിക. അല്ലാതെ അവരുടെ പൈസ വാങ്ങി ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്റെ ഫാമിലി അത് തിന്നിട്ടോ അതുകൊണ്ടല്ല വരിക. അതുപോലും അറിയാതെയാണ് കുറെ പേര് സംസാരിക്കുന്നത്. ഡെഫിനറ്റ്ലി ക്യാഷ് വാങ്ങി അവന്റെ വീട്ടിൽ പോയിട്ട്, കാരണം നല്ല പൈസക്കാരനാണ് അവൻ. ഇത് വെച്ചിട്ട് അവൻ കുറെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഈ 3.25 കോടിയോളം പറ്റിച്ച് ഇവൻ ആളുകൾക്ക് എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ അതിന്റെ ഇടയിലൂടെ ഇവൻ എന്ത് ചെയ്യാണ്? ടോർച്ചറിങ് ആണ്. അപ്പം ഏജൻസി പറ്റിച്ചതാണ്. ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്ത ഏജൻസി പറ്റിച്ചതാണ്. അവരുടെ ഫോട്ടോ സഹിതം പുറത്തുകൊണ്ടുവരും. എന്താ സംശയം? കാരണം ഇപ്പൊ ഫസ്റ്റ് എന്നെയാണ് പ്രതി ചേർക്കപ്പെട്ടത്, കാരണം എന്റെ വീഡിയോ കണ്ടിട്ട് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇനി അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവരത് തിരിച്ചു കൊടുക്കുക. ഈ പരാതിക്കാരി പറഞ്ഞത് സത്യമാണ്. അവര് പൈസ കൊടുത്തു, അവരുടെ കാര്യം നടന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, ഇത്രയും പൈസയൊന്നും ആവാത്ത കേസാണ്. തീർച്ചയായിട്ടും അവൻ തിരിച്ചു കൊടുക്കണം. അവന്റെ ഫോട്ടോ ചാനലുകാർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 11 ഇമിഗ്രേഷൻ എരഞ്ഞിപ്പാലം, അവരുടെ വീഡിയോ സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ്, അത് പറയുമ്പോൾ എനിക്കൊരു ഇമോഷണലി ഇത് വരും. കാരണം അവരുമായിട്ട് ചേർന്ന് ഞാൻ സ്റ്റുഡന്റ് വിസ മാത്രമാണ് ചെയ്യുന്നത്. അന്നും ഇന്നും ഞാൻ എന്ന് കാലെടുത്ത് കുത്തിവെച്ചോ അന്ന് തൊട്ട് ആ കമ്പനിയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും സ്റ്റുഡന്റ് വിസ നമ്മൾ നല്ലതായി ചെയ്യുന്നുണ്ട്. അതിനുള്ള ലൈസൻസും എനിക്കുണ്ട്, അവർക്കും ഉണ്ട്. നമ്മുടെ ബ്രിട്ടീഷ് സർട്ടിഫൈഡ് ഏജൻസി ലൈസൻസ് എനിക്കും ഉണ്ട്, കൗൺസിലേഴ്സിന്റെ ലൈസൻസ് എനിക്കും ഉണ്ട്. ഈ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് ഒരിക്കലും പറ്റിക്കുന്ന ഒരു മേഖലയല്ല. ഇതിന്റെ ഫീസ് അടയ്ക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ആണ് ഫീസ് അടയ്ക്കുക. ഓക്കെ, യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് കമ്മീഷൻ തരിക. പിന്നെ കുറെ ഫേക്ക് ഐഡിയിൽ കിടന്ന് കുറെ ആളുകൾ എന്റെ ഫാമിലിനെ പറയുന്നുണ്ട്. ഞാൻ കുറെയൊക്കെ കണ്ടില്ല എന്നടിക്കും. എനിക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ മെൻഷൻ ചെയ്തു തന്നെ, കാരണം ഫേക്ക് ഐഡിയ ആണ്. പക്ഷെ കംപ്ലൈന്റ് കൊണ്ട് കൊടുത്താൽ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എനിക്ക് എന്റെ ജോൺസേട്ടാ, എന്റെ ഒരു എന്താ പറയാ, എന്റെ ഒരു ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ് എനിക്ക് എന്റെ അമ്മ, എന്റെ മകൾ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം. അതിൽ തൊട്ടാണ് കളിച്ചത്. അതിൽ പരാതിക്കാരി അല്ല ശരിക്കും കളിച്ചത്. പൈസ കോടികൾ വാങ്ങി എടുത്തവൻ അറിയാം. എന്റെ ഹസ്ബൻഡിനെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് എന്താ പറയാ, പ്രസ്റ്റീജ് ഇഷ്യൂ കാരണം പൈസ കൊടുത്ത് തീർക്കുന്ന ചിന്തിച്ചു പോയി. അത് ഞാൻ വിട്ട കുട്ടികളുണ്ട് എന്റെ ധൈര്യത്തിന്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എല്ലാവരും പറയുന്നുണ്ട് സ്റ്റെർലിംഗ് സ്റ്റെർലിംഗ് എന്ന്. ഞാൻ അന്നും ഇന്നും സ്റ്റുഡന്റ് അഡ്മിഷൻ ചെയ്തത് അവര് വഴിയാണ്. മറ്റവർക്ക് പോയിട്ട് കുറച്ച് വീഡിയോ ചെയ്തു കൊടുത്തതാണ്. ഇപ്പോഴും സ്റ്റുഡൻസിനെ നമ്മൾ എന്താ പറയാ, സക്സസ്ഫുള്ളി ഇന്നും പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരന്റ്സ് ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അത് നമ്മൾ ലൈസൻസോട് കൂടി ചെയ്യുന്നതാണ്. UK ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിട്ടാണ് പിള്ളേർ പോകുന്നത്. കുറെ ഏജൻസിക്കാരുടെ ഒരു ധാരണയുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീനെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്റെ അഡ്മിഷൻ കുറയും. എന്നെ വിശ്വസിച്ച് പോകുന്ന സ്റ്റുഡൻസ് എന്നും ഉണ്ടാവും എന്റെ കൂടെ. എനിക്ക് നല്ല ഉറപ്പാണ് അവർക്ക് ഞാൻ കൊടുക്കുന്ന അത്രയും ഗുഡ് സർവീസ് ആണ്. തീർച്ചയായിട്ടും. കാരണം ഇതിന് മുമ്പ് 3 വർഷം മുമ്പ് ഞാൻ വലിയൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം അവർക്ക് കോടികളുണ്ട്, അവർക്ക് ഇട്ട് കളിക്കാം. എന്റെ അടുത്ത് ആരെയും പറ്റിച്ചു വെച്ച പൈസ എന്റെ അടുത്തില്ല. 4 FIR ചുമ്മാ വന്നെന്നുള്ളതല്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടാണ് ഈ ആളുകൾ അവന് പൈസ കൊടുക്കുന്നത്. ആ ഒരു കാര്യം എന്റെ വീഡിയോ എന്നുള്ളത് കൊണ്ടാണ് ഈ FIR 3 എന്റെ അറിവിലുള്ളത്. ഇതിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ അവരുടെ കൂടെ പോയതാണ്. ഓക്കെ, ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇത് വെച്ച് നല്ലോണം കളിക്കുന്നുണ്ട്. കാരണം എന്റെ സ്റ്റാഫിനെ വിളിച്ച് അവർ ചോദിച്ചു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ നമ്പർ ഉണ്ടോ, അവരുടെ കോൺടാക്ട് ഉണ്ടോ എന്ന് എന്റെ സ്റ്റാഫിനോട് ചോദിച്ചു. എന്നിട്ട് പറയാം, ജോൺസേട്ടനോട് പറയാം എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി. അന്നച്ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ ഫേസ് ഉള്ളതല്ലേ അത് പോകുന്നു. ഞാൻ പെട്ടിട്ടൊന്നുമില്ല. എന്റെ കാൻഡിഡേറ്റ്സിന് അറിയാം ഇതിനകത്ത് സത്യം എന്താന്നുള്ളത്. ഹായ്, ഇറ്റ്സ് മീ മൂൺ. ഹായ്. ഇമിഗ്രേഷൻ എരഞ്ഞിപ്പാലം, അതെനിക്ക് ഒരിക്കലും റിവീൽ ചെയ്യാൻ പറ്റില്ല ഓൾഡ് കേസിന്റെ കാര്യമൊന്നും. അവര് വമ്പൻ ടീമാണ്. അവരാണ് ഈ ചാനലുകാർക്ക്, കാരണം അറിയാലോ, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നല്ലോണം എടുത്തിട്ട് ഇതാക്കുമല്ലോ. ചേച്ചി ഫാനാണ്. താങ്ക് യു. ഹായ് ചേച്ചി, ഹായ്. അതെ,
മീഡിയക്ക് അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് വമ്പൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാന്. അപ്പം അതിന് പിന്നിലൊരു വമ്പൻ മാഫിയാണ്, കോടീശ്വരന്മാരാണ്. അപ്പൊ അവർക്കിപ്പോ ഇത് എടുത്തിട്ട് അലക്കേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ളതാണല്ലോ. ഈ ആളുകള് ഇവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം. എനിക്ക് മുൻകൂർ ജാമ്യം ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ജാമ്യത്തിന് വെച്ചിട്ടേ ഉള്ളൂ, കോടതിയുടെ പരിഗണനയിലാണ്. നമ്മുടെ എന്റെ നല്ല സമയം ചീത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയാം. എന്റെ അച്ഛൻ ഒരു കോടീശ്വരനായിരുന്നു. പിന്നീട് അച്ഛൻ പറ്റിക്കപ്പെട്ട് സീറോയിലേക്ക് പോയതാണ്. പട്ടിണി കിടന്നാണ് ഞങ്ങള് എന്താ പറയാ അതിലൂടെ വളർന്ന്, അതിലൂടെ അമ്മയും അച്ഛനും ഞങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തന്ന് അങ്ങനെ ഉണ്ടായ ഒരു ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വില നല്ലോണം അറിയാം എനിക്ക്. ആ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും. എനിക്കിപ്പോ ഒരു ഹാപ്പിനെസ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജോൺസേട്ടായി കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ഫോട്ടോ അടക്കം എന്റെ ജോൺസേട്ടന്റെ ചാനലിൽ വന്ന്, അപ്പം അതെനിക്ക് നല്ലൊരു വിഷമുണ്ട്. എല്ലാം ശരിയാവും. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ നല്ല സോളിഡ് എവിഡൻസ് ഉണ്ട്. ഈ ആരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്? അവരുടെ അക്കൗണ്ടില് ഒരു പൈസ പോലും എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പരാതിക്കാരി ഇട്ട് കൊടുത്തിട്ടുള്ള 3-4 അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വന്നിട്ടില്ല. എത്ര മുക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ അത്രയും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറെ ഫേക്ക് ഐഡിയിൽ വന്നിട്ടും കുറെ ആളുകൾക്ക് എന്നോട് നല്ല വൈരാഗ്യമുണ്ട്. ഒന്നെന്ന് വെച്ചിട്ട് 3 വർഷം മുമ്പ് ഞാൻ കൊടുത്ത പരാതി, അതില് കുറെ ആളുകൾ അകത്ത് പോകുന്ന ഉറപ്പാണ്. അപ്പം അവർക്കുള്ള ആ ഒരു ഇൻഫ്ലുവൻസ്, നല്ല കോടീശ്വരന്മാരാണ്, അവർക്കുള്ള ഇൻഫ്ലുവൻസ്. പിന്നെ കുറെ ഏജന്റുമാരുണ്ട്, സ്റ്റഡി അബ്രോഡ് ഏജന്റുമാര്, അവർക്ക് എന്നോടുള്ള അസൂയ. പിന്നെ എന്റെ നാട്ടുകാർക്കാണെങ്കിലും എന്റെ ഇത്രയും നല്ലൊരു ലൈഫിലുള്ള ഒരു അസൂയ. കാരണം അത്രയും നന്നായിട്ടാണ്, സന്തോഷത്തിലാണ് ഞാൻ എന്റെ കുടുംബവും ജീവിക്കുന്നത്. ആ അസൂയ, ഇതൊക്കെയാണ് ഇപ്പൊ വരുന്ന നെഗറ്റീവ് കമന്റിന്റെ പിന്നിൽ, മറ്റൊന്നുമല്ല. ഹസ്ബൻഡിന്റെ ഫാമിലി എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർക്കറിയാം എനിക്കൊരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഒരു കാലത്ത് എന്നെ കൈ പിടിച്ച് കയറ്റൊരു ഫാമിലിയാണ് ജോൺസേട്ടന്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ അവരുടെ മകൻ ഞാൻ കാരണം ഇങ്ങനെ ആയി എന്ന് പറയുമ്പോ അവർക്ക് വിഷമമാണ്. ഞാൻ വിളിച്ചിട്ടില്ല ആരെയും. പക്ഷെ ഹസ്ബൻഡിന്റെ ബ്രദർ വന്നിരുന്നു, അവരെന്നോട് വിഷമിക്കട്ടെ മോളെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം എനിക്ക് വിഷമമുണ്ട്. ചാച്ചൻ അമ്മച്ചേ ഒന്നും അറിയില്ല. നീ പറഞ്ഞിട്ടാണ് ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ പൈസ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞാൻ കംപ്ലീറ്റ് എഫേർട്ട് ഇടാൻ 1 വർഷമായി ഞാൻ ഇവരുടെ പുറകെ. ഈ ആളുകളുടെ വീട്ടിൽ ഞാൻ പോയി, ഈ പൈസ വാങ്ങിയ ആളുകളുടെ വീട്ടിൽ ഞാൻ പോയി സംസാരിച്ച് അവര് നമ്മളെ പട്ടീനെ ആട്ടുന്ന പോലെ ആട്ടിവിട്ടതാണ്. എനിക്ക് ഇവരുടെ പൈസ വാങ്ങിക്കൊടുക്കണം നല്ല ആഗ്രഹമാണ്. ഇവരൊരു കേസിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് കിട്ടാൻ വർഷങ്ങൾ എടുക്കും. പക്ഷെ അതല്ലാതെ ആളുകൾ കൂടി ഇവരുടെ വീട്ടിൽ പോയി, കാരണം അത്രയും കോടീശ്വരന്മാരാണ്. ഓക്കെ, പോയി കൂട്ടത്തോടെ പിടിച്ചാൽ ഈ പൈസ കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പാണ്, അവർക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ഈ കാൻഡിഡേറ്റ് ഒക്കെ കൊണ്ട് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും മോളും താമസിക്കുന്ന വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്, ഈ ഇവരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം വയനാട് സ്വദേശിയാണ് 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരൻ ഭാര്യയും. അങ്ങനെ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയപ്പോണ്ടല്ലോ, നീ പെണ്ണല്ലടി, കാൻഡിഡേറ്റിനോട് പറയണേ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോകും, നിങ്ങൾക്ക് വേറെ ഏജൻസി ഉണ്ടായിരുന്നില്ല അവിടെ പോയാൽ പോരെ. ഞാൻ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയി. അപ്പൊ അവര് പറയുന്നത് ഇത് അവൻ ഹോം സ്റ്റേ എടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവൻ ഇഞ്ചി കൃഷിക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ്, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഒരു കേസായിട്ട് പോകുമ്പോ ഇനി അവന്റെ വീട്ടിൽ പോകാനോ പൈസ ചോദിക്കാനോ പറ്റില്ല. ഈ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ വീട്ടിൽ നമ്മൾ പോയതാണ്. അവര് സംസാരിച്ച വീഡിയോ സഹിതം എന്റെ കയ്യിലുണ്ട്. ബിബിൻ ജോർജ് എന്നാണ് ആളുടെ പേര്. 11 ഇമിഗ്രേഷൻ പുതുശ്ശേരിയാണ് അവന്റെ വീട്ടിൽ കുറുമ്പാലക്കോട്ടയാണ് വീട്. ഇവരിപ്പോ തിരുവനന്തപുരത്ത് ഏജൻസി ഇവന്റെ ഭാര്യന്റെ പേരിൽ നടത്തുന്നുണ്ട്. മോള് വീട്ടിലുണ്ട് കേട്ടോ, മോള് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നത്. വിഷമുണ്ട്, അവളുടെ പപ്പേനെയല്ലേ, അവളെ ഓസ്ട്രേലിയ, അവൾക്ക് അവളുടെ ഭയങ്കര, അവൾക്ക് എന്നെയല്ല കാര്യം, അവളുടെ പപ്പേനെയാണ്. സ്വാഭാവികമായിട്ട് അവൾക്ക്
വിഷമം ഉണ്ടാവില്ല? അവൾ മകളല്ലേ, നല്ല വിഷമാണ് അവൾക്ക്. മോളുണ്ട്, കൂടെ ഉണ്ട്, അവൾക്ക് നല്ല വിഷമാണ്. ശനിയാണെങ്കിൽ ഈ ഫീൽഡില് ഞാൻ അതിന് ശേഷം ഉണ്ടല്ലോ, ഇവൻ ഈ പറ്റിച്ച ശേഷം ഓരോരുത്തരും എന്നോട് വർക്ക് വിസ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതൊരു തട്ടിപ്പ് മേഖലയാണ്, ഇങ്ങനെയാണ് പോയവർക്ക് ജോലി ഇല്ലാണ്ടായിട്ടുണ്ട്. എല്ലാ കേസും ഞാൻ ആളുകൾക്ക് ഒരു അവയർനെസ്, ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. UK വർക്ക് വിസ എന്ന് പറഞ്ഞത് തട്ടിപ്പാണ്, അത് എന്റെ അടുത്ത് ആരും ചോദിക്കില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടം ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഒക്കെ ചാനലുകാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് വരും. കാരണം 3.25 കോടി വാങ്ങി അവൻ പല ആളുകളുടെ അക്കൗണ്ടിൽ, അമ്മന്റെ അച്ഛന്റെ അമ്മേന്റെ എല്ലാവരുടെ അക്കൗണ്ടിൽ വാങ്ങി അവൻ സുഖമായിട്ട് നടക്കാൻ എനിക്കെതിരെ ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്തിട്ട്. അമ്മ സുഖമായിട്ട് വയനാട് വീട്ടിലുണ്ട്, പിക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ചാനലുകാർക്ക് കൊടുത്തിട്ടുണ്ട്, വരും. ഈ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞത് 11 ഇമിഗ്രേഷൻ എരഞ്ഞിപ്പാലത്തിന്റെ നടത്തിപ്പുകാരാണ്, ഫോട്ടോ ഒക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വരും. ഞാനൊരു 4 വീഡിയോ ചെയ്ത് കൊടുത്തതാണ്. വല്ലാണ്ടത് അയൽവക്കക്കാരാണ്, എന്താ പറയാ, അയൽവക്കക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഫാമിലി ഫ്രണ്ട് ആണ്, ഞങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ ഒക്കെ വരുന്നതാണ്. എന്റെ പേര് പറയുന്നത് എന്റെ വീഡിയോ കണ്ടിട്ട് പോകുന്നവർ, ഞാൻ സോഷ്യൽ മീഡിയ ഉള്ളതല്ലേ, അപ്പൊ അവർ എന്റെ പേര് പറയില്ല, അവരെ കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിബിൻ ജോർജിന്റെ എന്റെ അച്ഛന്റെ അമ്മേന്റെയും കയ്യിൽ പോയിട്ടുള്ള പൈസ, അക്കൗണ്ടിലെ പൈസ. കാരണം UK പോയിട്ട് ജോലി ഇല്ലാണ്ടായി പോയ കുറെ പേരുണ്ട്, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഈ ജോലി ഇല്ലാതായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. വീഡിയോ ചെയ്തപ്പോ അയൽവക്കക്കാരൻ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു പൈസയും തന്നിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്തത്. ഞാനാണെങ്കിൽ ഇവർക്ക് ചെയ്തു കൊടുത്തത് ഈ വർക്ക് വിസ റിലേറ്റഡ് വീഡിയോ അല്ല, ജർമ്മനി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തു കൊടുത്തത്. ഉറപ്പായിട്ട് കേസുകൾ കുറെ പേര് കാൻഡിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു നഗ്നസത്യം എന്താ അറിയോ, ഇവനെതിരെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയപ്പം ഇവന്റെ ഇൻഫ്ലുവൻസ് കാരണം പോലീസുകാർ, ഇവന്റെ ഓഫീസിന്റെ കീഴെയുള്ള പോലീസുകാർ കാൻഡിഡേറ്റിനെ പേടിപ്പിച്ച് വിടുക ചെയ്തത്. കേസ് എടുത്തിട്ടില്ല അവര്. എന്നിട്ട് പിന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുപ്പിച്ചിട്ട് FIR ഇട്ടിട്ടില്ല. അപ്പോഴേക്കും അവൻ ഫെബ്രുവരി 25-ന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അവന്റെ കയ്യിൽ, അവന്റെ വീട്ടുകാരുടെ കയ്യിൽ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും, കാരണം അവനിപ്പോ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ അവരങ്ങനെ പറഞ്ഞാണ്. അതിനുശേഷം കുറെ കുട്ടികൾ എന്നെ വിളിച്ചു, അവരുടെ ഓഫീസ് പൂട്ടിപ്പോയ ശേഷം. 4 കേസുള്ളത് ഇതാണ്. ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തപ്പം അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് ഇവന് പൈസ കൊടുത്തു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ചെയ്ത് എന്റെ വീഡിയോ കണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ കേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതും കംപ്ലൈന്റ് കൊടുത്തത് എന്റെ ഒരു കൂട്ടുകാരിയും കൂടിയാണ്. അവരെനിക്കെതിരെ കൊടുത്ത കംപ്ലൈന്റ് അല്ല, പോലീസ് പക്ഷെ എന്നെ പ്രതി ചേർത്തതാണ്. അത് ശരിയായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഇവൻ സ്റ്റേഷനിലൊക്കെ ചെന്നിട്ട് പിന്നെ എന്താണ്, അവൻ പൈസ കൊടുക്കാൻ ഏറ്റു. ഇപ്പൊ തന്നെ കുറെ കാൻഡിഡേറ്റ് അവനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുക്കാൻ ഇപ്പൊ ഫെബ്രുവരി 25 ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഡേറ്റ് പറഞ്ഞിടത്തൊന്നും അവൻ കൊടുത്തിട്ടില്ല. പക്ഷെ ആളുകൾ ഇങ്ങനെ ഇവൻ നിങ്ങൾ അന്ന ജോൺസിനോ എതിരെ കൊണ്ടേ കേസ് കൊടുക്കുക, എന്നിട്ട് ഞാൻ പൈസ തരാന്നൊക്കെയാണ് ഇവൻ എല്ലാവരോടും പറയുന്നത്. പിന്നെ കേസ് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ, കോടതിക്ക് കുറെ കാര്യങ്ങളൊക്കെ തെളിവ് എടുക്കണമെങ്കിലൊക്കെ സമയം പോകും. അപ്പോഴേക്കും എന്റെ കാൻഡിഡേറ്റിന്റെ സമയങ്ങൾ പോകില്ലേ കുറെ. താങ്ക് യു എല്ലാവരും കാണിക്കുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഹായ്. ഇനി ഞാൻ അവനെ വിട്ടുകൊടുക്കൂല. അവര് റിക്രൂട്ട്മെന്റ് ലൈസൻസോട് കൂടി ചെയ്യുന്നത്, അവർക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്ത വീഡിയോ അല്ല. ഞാൻ അവരുടെ മക്കളെ UK അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ മുമ്പിൽ വരും. ഹസ്ബൻഡ് കൂടി ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനുണ്ടല്ലോ
എന്നിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് നടന്ന് അഡ്മിഷൻ ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ കാൻഡിഡേറ്റ്സിന്, കാരണം ഇവൻ കുറെ പേരുടെ പൈസ കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. 55 ലക്ഷം രൂപ ഇവൻ കയ്യിൽ വാങ്ങിയതാണ്. ഈ കയ്യിൽ പോയ പൈസക്കൊന്നും ഇവൻ എഗ്രിമെന്റ് ഒന്നും കൊടുത്തില്ല. അത് ഇവൻ തരില്ല എന്ന് നിഷേധിച്ചു. ആ നിഷേധിച്ച സമയത്ത് ഈ കയ്യിൽ വാങ്ങിയ കാൻഡിഡേറ്റിനൊക്കെ ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും ഈ ഒരു വർഷമായിട്ട് ഞാൻ അവർക്ക് എന്താ പറയാ എനിക്ക് കിട്ടുന്ന സാലറി ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്യാതിട്ടു, കാരണം അപ്പോഴേക്കും അവർ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ഹസ്ബൻഡ് കൂളായിട്ടിരിക്കുകയാണ്. പിന്നെ ഇവൻ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു, ഈ ബിബിൻ ജോർജ് ഇലവൻ ഇമിഗ്രേഷന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട്. കാരണം പൈസ കുറെ തട്ടിയെടുത്തല്ലോ, അപ്പൊ അത് എങ്ങനെ തരാതിരിക്കണം എന്നുള്ളതിൽ ഇവൻ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു. കാൻഡിഡേറ്റിന്റെ ഡോക്യുമെന്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊന്നും സബ്മിറ്റ് ചെയ്യാത്ത, അതൊക്കെ വ്യാജ ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല, ഹോം ഓഫീസിൽ നിന്ന് വിസ കിട്ടാത്തത് അല്ലാതെ അവന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് അന്വേഷിച്ചു. അവർ കറക്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി. അതെനിക്ക് അനുകൂലമായിരുന്നു. ജോൺസേട്ടായിനെ കാണണമെന്ന്. അവന് വലുത് വരാനോ, ഇനി അവന്റെ കുടുംബം വിറ്റിട്ട് ഞാൻ പൈസ കൊടുപ്പിക്കും. ഇനി എനിക്ക് ഒന്നും വരാല്ല. എന്റെ സെൻസിറ്റീവ് പാർട്ടാണ് എന്റെ ഫാമിലി. എന്റെ ജോൺസേട്ടായിനെ ഇവൻ കുറച്ച് മണിക്കൂറെങ്കിലും പ്രതിസന്ധിയിലാക്കിയില്ലേ. അതുകൊണ്ട് തന്നെ അവൻ എന്ന് പറഞ്ഞ ഇലവൻ ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ, ഫോട്ടോ ഒക്കെ ഇനി ചാനലിൽ വരും. ഓക്കെ, എന്റെ ഹസ്ബൻഡിനെ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്നെയാണെങ്കിൽ എനിക്ക് ഇത്ര പ്രതികാരം, ഇത്ര ദേഷ്യം ഒന്നും വരത്തില്ല. എന്റെ കാൻഡിഡേറ്റിനെ മുഴുവൻ ഇവൻ പറ്റിച്ച് നടന്നപ്പോഴും ഞാൻ ഇവനെതിരെ ഒന്നും ചെയ്യാതിരുന്നത്. എന്നോട് എന്റെ കാൻഡിഡേറ്റ് പറഞ്ഞ, ചേച്ചി അവൻ പൈസ തരുന്നത് തരട്ടെ ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. എന്നാലും ഞാൻ സൈലന്റ് ആയിട്ട് നിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിബിൻ ജോർജ് ആണ്, സിനിമാ നടൻ ബിബിൻ ജോർജ് അല്ല. ഫോട്ടോ ഒക്കെ വരും കേട്ടോ. ഇതാ ജോൺസേട്ടായി. ജോൺസേട്ടയ്ക്ക് നല്ല വിഷമുണ്ട്. ജോൺസേട്ടന്റെ ഫേസിൽ ആ വിഷമുണ്ട്. ഞാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. മറ്റേ നേരത്തെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലേ ഇതിന് അല്ലേ. ഇനിയിപ്പോ പറയാൻ എന്റെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ. ഒരാൾക്കൊരു ഉപകാരം ചെയ്ത് കൊടുത്തു, ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഇവരുടെ ഫണ്ട് വിസ റിജക്ട് ആയ സമയത്ത് ആ ഫണ്ട് തിരിച്ചു കയറിയപ്പോ അതുപോലെ ഇവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇവർക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇവർ പറഞ്ഞ അക്കൗണ്ടിൽ ഇവർക്ക് മൊത്തം ഇട്ട് കൊടുത്തതാ. അപ്പൊ വെച്ചെങ്കില് പിന്നെ ഇതിപ്പോ ഇങ്ങനെ അതായത് ചെറിയൊരു എമൗണ്ട് ഉണ്ട്. ഒരു ആകെ ഒരു 3,40,000 രൂപ ഉള്ളൂ. പിന്നെ ഇതിനെക്കാര് എത്രയോ വലിയ എമൗണ്ട് പറ്റിച്ച് കിടക്കുന്നതിൽ ആർക്കും ഒരു ആശയവോ അല്ലെങ്കിൽ പോലീസുകാർ അതിൽ ഇൻട്രസ്റ്റ് എടുക്കലൊന്നും ഇല്ല. ഇപ്പൊ ഈ ചെറിയൊരു പൈസയ്ക്ക് വേണ്ടി അത് ഞാൻ അക്കൗണ്ടിലേക്ക് ഫുള്ള് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുത്തതാ. റീഫണ്ട് ചെയ്ത് കൊടുത്തതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗവൺമെന്റ് കോടതിയിൽ ഉള്ളതുമാണ്. പിന്നെ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് ആരെ പ്രശ്നം എവിടെ എന്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത്, അത് ഞാൻ എന്നെ കൽക്കട്ട സ്റ്റേഷനിൽ ഒരു 3 കിലോമീറ്റർ പരിധിയിലുള്ള ആളാണ്. അപ്പൊ വെച്ചെങ്കില് പിന്നെ ആളും ഞാൻ ഇടയ്ക്ക് പിന്നെ ഈ ഓരോ കാര്യം മറ്റേ അന്നയുടെ ആന്റിസിപ്പേറ്ററി ബെയിൽ സംഭവിച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളാണ്. ഒരു റീസെന്റ് 2 ദിവസം മുമ്പ് പറയാൻ കൽപ്പ സ്റ്റേഷനിൽ പോയി എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ എന്താണ് അന്വേഷിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ അല്ല അങ്ങനെയുള്ള എന്നെ പറ്റി ഞാൻ വേറെ ഇവിടെ കോഴിക്കോട് ഫംഗ്ഷൻ വന്ന സമയത്ത് അവര് കോഴിക്കോട് ഫംഗ്ഷൻ വന്ന സമയത്ത് അവര് ഞാൻ ഇങ്ങനെ മറ്റേ ഒരു ഇത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ എന്താ പറയാ ഒരു പോലീസിന്റെ ഒരു ശുഷ്കാന്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസിനെ കുറ്റം പറഞ്ഞല്ല, അവർക്ക് ഹൈലി പ്രഷർ ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പൊ ഞാന് ശരിക്കും സോഷ്യൽ മീഡിയയില് വരാൻ അല്ലെങ്കിൽ എന്റെ മുഖം കാണിക്കാനോ, സോഷ്യൽ മീഡിയയിൽ എന്റെ മുഖം കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റേ ഈ അന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് അതില് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്ത് എന്നെ കാണിക്കുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ കാണിക്കുന്നത് പോലും എനിക്ക് ഫേസ് കാണിക്കുന്നത് പോലും എനിക്ക് താല്പര്യമില്ല. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി അങ്ങനെ കാരണം വലിയ താല്പര്യമില്ലാത്ത ആളുമാണ്. എനിക്ക് വേർഡ്സ് തന്നെ ഇങ്ങനെ വരില്ല ഇങ്ങനെ പറയാൻ സമയമാണ് വിഷയത്തിൽ. ഞാൻ വെച്ചെങ്കിൽ ഇത് എന്റെ ഒരു സങ്കടം കൊണ്ട് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ കാര്യം എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെയാണ് യഥാർത്ഥ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ബഹ്മൻപൂർ കോടതിക്ക് അതൊക്കെ മനസ്സിലായിട്ട് പിന്നെ എന്നെ അവിടുന്ന് റിലീസ് ജാമ്യം തന്നു അങ്ങനെ റിലീസ് ചെയ്തു. അപ്പൊ എന്റെ കോടതിയോട് നന്ദിയുണ്ട്. ഞാനുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാ ആൾക്കാരും നന്ദിയുണ്ട്. ഓക്കെ ബൈ, കാണാം. പിന്നെ എന്താണ്, എന്റെ 2 സുഹൃത്തുക്കൾ ഇവരെ പോയിട്ടുണ്ട്. എക്സ്ട്രാ ക്യാഷ് ഒന്നും ഹിഡൻ ചാർജസും ഉണ്ടായതായി ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ
എന്താ പറയാ, എന്റെ സ്റ്റുഡൻസിനോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല മക്കളെ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് അടക്കുന്നതാണ്, ആരും ഒന്നും പറയുന്നത് കേട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ടാർഗറ്റ്, എസ്പെഷ്യലി ഈ UK സ്റ്റുഡന്റ് അഡ്മിഷൻ ചെയ്യുന്നവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്റെ ഇമേജ് തകർക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുവഴി അഡ്മിഷൻ അവർക്ക് പോകാന്നുള്ളത്. എനിക്ക് അഡ്മിഷനെ പറ്റി അല്ല, എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന നിങ്ങളെ പറ്റി എനിക്ക് വളരെ ബോധേഡാണ് ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ സങ്കടമായിരുന്നു. ഓക്കെ, കുറെ പേര് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ഭയങ്കര നെഗറ്റീവ് ഇടുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. സത്യം തെളിയട്ടെ. കാരണം കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ്. തെളിവുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടും. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിലൊക്കെ വരാം കേട്ടോ.